എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് സാധാരണ ടിക്കറ്റ് നൽകുന്ന റെയിൽവേ കൗണ്ടറുകൾ പൂട്ടുന്നതാണ്. അതോടൊപ്പം തന്നെ ഇനി സ്വകാര്യ ഏജൻസികളെ ഏൽപ്പിക്കുന്നതാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെടുത്തിയുള്ള കൂടുതൽ വിശദാംശങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് അടക്കാം. സാധാരണ ടിക്കറ്റ് നൽകുന്ന റെയിൽവേ കൗണ്ടറുകൾ പൂട്ടുവാൻ നീക്കം നടക്കുന്നുണ്ട്. കൗണ്ടറിലെ സ്ഥിരം ജീവനക്കാരെ റെയിൽവേ പിൻവലിക്കുന്നതാണ്. ടിക്കറ്റ് നൽകുവാനായിട്ട് കൂടുതൽ സ്വകാര്യ ഏജൻസികളും അതോടൊപ്പം തന്നെ വരുന്നതാണ്. ഇതിന്റെ ഭാഗമായിട്ട് അൺറിസർവ്ഡ് ടിക്കറ്റ് നൽകുവാൻ സ്റ്റേഷനുകളിൽ മൊബൈൽ UTS സഹായകനെ നിയമിക്കുന്നതാണ്. നിലവിൽ തിരഞ്ഞെടുത്ത സ്റ്റേഷനുകളിലാണ് പൈലറ്റ് പദ്ധതി നടപ്പിലാക്കുന്നത്. ഇത് പിന്നീട് വ്യാപിപ്പിക്കുന്നതാണ്. സാധാരണ ടിക്കറ്റ് നൽകുന്ന കൗണ്ടറുകൾ കുറച്ച് ജീവനക്കാരെ മറ്റു വിഭാഗങ്ങളിലേക്ക് മാറ്റുകയാണ് ലക്ഷ്യം വയ്ക്കുന്നത്. കരാർ വിളിച്ചാണ് UTS സഹായകനെ പ്രധാനമായിട്ടും നിയമിക്കുന്നത്. നിലവിൽ റെയിൽവേ സ്റ്റേഷനകത്തും പുറത്തും സ്വകാര്യ ഏജൻസികൾ സാധാരണ ടിക്കറ്റ് വിൽപ്പന നടത്തുന്നുണ്ട്. ജനസാധാരണ ടിക്കറ്റ് ബുക്കിംഗ് സേവ കൗണ്ടറുകൾ അതിൽ പ്രധാനമാണ്. 2019 മുതലാണ് JTBS ശക്തമായത്. ഇതിന് പിന്നാലെ സ്റ്റേഷനുള്ളിൽ ഓട്ടോമാറ്റിക് ടിക്കറ്റ് ബൈൻഡിംഗ് മെഷീനും നിലവിൽ വന്നു. റിട്ടയർഡ് റെയിൽവേ ജീവനക്കാർ ഉൾപ്പെടെ കരാറെടുത്താണ് ഇത് പ്രവർത്തിക്കുന്നത്. ഇതിന് പിന്നാലെ സ്റ്റേഷനുള്ളിലേക്കും ഏജൻസികൾ എത്തി. സ്റ്റേഷൻ ടിക്കറ്റ് ബുക്കിംഗ് ചെയ്ത് ഏജന്റ് എന്നാണ് ഇതിൽ നിലവിൽ അറിയപ്പെടുന്നത്. കേരളത്തിലെ പല സ്റ്റേഷനുകളിലും STBA ഏജന്റുമാരാണ് നിയന്ത്രിക്കുന്നത്. കമ്മീഷൻ വ്യവസ്ഥയിലാണ് ഇവർക്ക് വേതനം നൽകുന്നത്. അതോടൊപ്പം തന്നെ ജീവനക്കാരുടെ എണ്ണം കുറയ്ക്കുവാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ട് റെയിൽവേ ഈ ക്രമീകരണങ്ങൾ നേരത്തെ തന്നെ തുടങ്ങിയതായിരുന്നു. തൽക്കാല റിസർവേഷൻ അടക്കം നൽകുന്ന പാസഞ്ചർ റിസർവേഷൻ സിസ്റ്റം കൗണ്ടറിന്റെ മുഖമാദ്യം മാറ്റി ഇന്റഗ്രേറ്റഡ് അൺറിസർവ്ഡ് ടിക്കറ്റ് സിസ്റ്റം എന്ന പേരിലാക്കി മാറ്റുകയും ചെയ്തിരുന്നു. നിശ്ചിത സമയങ്ങളിൽ റിസർവേഷൻ കൗണ്ടറായിട്ടും ഇത് പ്രവർത്തിക്കുന്നതാണ്. അത് കഴിഞ്ഞാൽ സാധാരണ ടിക്കറ്റ് നൽകുന്ന UTS കൗണ്ടറായും പ്രവർത്തിക്കുന്നതാണ്. ഇത്തരം സ്റ്റേഷനുകളിൽ രാത്രി സ്റ്റേഷൻ മാസ്റ്റർക്കാണ് ടിക്കറ്റ് നൽകേണ്ടത്. ഇത് സുരക്ഷയെ ഉൾപ്പെടെ ബാധിക്കുന്നുവെന്ന് റെയിൽവേ നിരീക്ഷിച്ചിരുന്നു. ടിക്കറ്റുകളുടെ വിൽപ്പന, വണ്ടികളുടെ യാത്രാ വിവരങ്ങൾ നൽകുന്നതുമായി ബന്ധപ്പെടുത്തിയുള്ള മറ്റു കാര്യങ്ങൾ സ്റ്റേഷൻ മാസ്റ്ററിൽ നിന്ന് ഒഴിവാക്കുന്നത് ദക്ഷിണ റെയിൽവേ നേരത്തെ തീരുമാനിച്ചതാണ്. അപ്പോൾ ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റു ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റു വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.